NSSന്റെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി തന്നെ ഇന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ രാഷ്ട്രീയപരമായ ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ മുൻകൂട്ടി ഞങ്ങളത് കണ്ടറിഞ്ഞ ശേഷം ഞങ്ങളെടുത്ത തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമല്ലേ അദ്ദേഹം പറയുന്നത്? കാരണം ഈ ഐക്യശ്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ആദ്യം ഒരു വാചകം പറഞ്ഞിരുന്നു. ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പ് അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു. ഐക്യശ്രമങ്ങളെ ഞങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണ്, വീണ്ടും SNDP NSS ഐക്യത്തിന് ശ്രമിക്കുകയാണ്. പണ്ട് ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് കണിച്ചുകുളങ്ങരയിൽ നിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു അഭിപ്രായം വരട്ടെ, അതുവരെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത്, അവിടെ നിന്നൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ NSSൻ്റെ ഡയറക്ടർ ബോർഡ് ചേരും. NSSൻ്റെ ഡയറക്ടർ ബോർഡ് ചേർന്ന്, അത് 28 അംഗങ്ങളുണ്ട്. അതിനകത്തിൽ 28 അംഗങ്ങളാണ് NSSൻ്റെ പരമാധികാരം. NSSൻ്റെ പരമാധികാര ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടർ ബോർഡാണ്. അതായത് 300 അംഗ പ്രതിനിധി സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന 28 സമുദായ താല്പര്യമുള്ള ആളുകളാണ് അതിനകത്ത് വരുന്നത്. അത് ഇതിൻ്റെ മന്നത്ത് പത്മനാഭൻ ആ തരത്തിലാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. മറ്റാർക്കും സമുദായത്തിനോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ അതിനകത്ത് വരാനും പറ്റുകയുള്ളൂ കേട്ടോ. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം വരട്ടെ, ഡയറക്ടർ ബോർഡ് തീരുമാനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇന്ന് ഇവിടെ കൂടിയത്. ഇന്ന് കൂടിയ ഡയറക്ടർ ബോർഡിലുണ്ടായ തീരുമാനമാണ്. ആ തീരുമാനത്തിനകത്തിൽ മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരും പങ്കെടുത്ത ശേഷം ഈ പ്രമേയം NSS ജനറൽ സെക്രട്ടറി തന്നെയാണ് അവതരിപ്പിച്ചത്. ഈ വാദം അവതരിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അതിനെ എതിർത്തു. ഒരു കാരണവശാലും വേണ്ട, അത്തരത്തിലൊരു ഐക്യ നീക്കത്തിലേക്ക് നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കാരണങ്ങളാണ്. ആ കാരണമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാഷ്ട്രീയമായ നമ്മുടെ സമദൂരമാണ് നമ്മുടെ നയം, അതിനകത്തൊരു അബദ്ധം ഉണ്ടാകണ്ട, രാഷ്ട്രീയമായൊരു അബദ്ധം ഉണ്ടാകണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ അബദ്ധത്തിൻ്റെ കാരണങ്ങൾ എനിക്ക് തോന്നുന്നു 2 കാരണങ്ങളാണ് അതിനകത്ത് വരുന്നതെന്ന് തോന്നുന്നു. അതായത് ആഗോള അയ്യപ്പ സംഗമം, കഴിഞ്ഞ വർഷം നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുത്തിരുന്നു. SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും അടുത്ത് പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെ അന്ന് മുഖ്യമന്ത്രി പമ്പ മരാമത്ത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാറിൽ അങ്ങോട്ട് കൊണ്ടുപോയ കാര്യങ്ങളും അത് ചില വിവാദങ്ങളും ചർച്ചകളും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തെ കാറേ കയറ്റി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി അതിനുള്ള വിശദീകരണം കൊടുത്തിരുന്നു. ഇത്രയും 80-85 വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ സ്റ്റേറ്റ് കാറയിലോ അല്ലെങ്കിൽ ഇത്രയും നമ്പർ 1 കാറിൽ കയറാൻ വലിയ കൊതിയൊന്നുമില്ല, ഇതിനെക്കാട്ടി മുമ്പ് തന്നെ ഞാൻ ഇതിൽ വില കൂടിയ കാറിൽ കയറിയിട്ടൊന്നൊക്കെ ചില മറുപടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ വിഷയം അങ്ങനെ വിട്ടേക്കുക. എന്തായാലും NSS SNDP ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കാറിലാണ് ആ വേദിയിൽ നിന്നിറങ്ങുന്നത്. ആ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി NSSനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് എൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും തിരുവനന്തപുരം യൂണിയൻ പ്രസിഡൻറ്റുമായ സംഗീത് കുമാറാണ് അതിനകത്ത് പങ്കെടുത്തത്. അദ്ദേഹം ഉണ്ടായിരുന്നു ആ വേദിയിൽ. അപ്പോൾ പെട്ടെന്ന് ഇവർ രണ്ടുപേരും, SNDP യോഗം ജനറൽ സെക്രട്ടറിയും അതേപോലെ തന്നെ NSSൻ്റെ വൈസ് പ്രസിഡൻറ്റ് പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായ ചില സംശയങ്ങളുണ്ടായി. അത് കരയോഗത്തിലെ സാധാരണ അംഗങ്ങൾക്കോ സംശയമുണ്ടായി. ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നേ വരെ യുവതീ പ്രവേശനമായിട്ട്, ശബരിമല യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന സംഘടന NSS ആണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിശക്തമായിട്ട് എതിർത്തതാണ്. ചങ്ങനാശ്ശേരിയിലാണല്ലോ ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. അവിടുന്ന് പന്തളത്തുനിന്ന് നാമജപ ഘോഷയാത്രയും ഒക്കെ ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ശരിക്കും ആ സമരത്തിന് തുടക്കമിട്ടതും അതിനൊരു മുന്നോട്ട് കുറച്ച് ഭാഗങ്ങളിലേക്ക് നയിച്ചതും NSS തന്നെയാണത്. അപ്പോൾ പിന്നീടാണ് മറ്റു ചില ആളുകളൊക്കെ ആ സമരം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന, ഈ യുവതീ പ്രവേശന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് ഏറ്റവും എതിർപ്പിൽ നിൽക്കുന്നൊരു സംഘടന, പ്രത്യേകിച്ച് സമദൂരം പറയുന്നൊരു സംഘടന, എന്തുകൊണ്ട് ശ്രീ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ യോഗത്തിൽ പങ്കെടുത്തു, ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ചോദ്യം വന്നത് മാത്രമല്ല, വലിയ പ്രതിഷേധമുണ്ടായി. വലിയ പ്രതിഷേധമാണ്. ചങ്ങനാശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രതിഷേധ പ്രകടനങ്ങളും കോലം കത്തിക്കലും വരെ നടന്നില്ലേ? അല്ല, പക്ഷേ രാജഗോപാൽ നോക്കൂ, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു ഐക്യാഹ്വാനം ചെയ്ത സമയത്ത് ഇതൊന്നും ഓർക്കാതെയാണ് അതിന് കൈകൊടുത്തേക്കാം എന്ന രീതിയിൽ പെരുന്ന മുന്നോട്ട് പോയതെന്ന് വിശ്വസിക്കേണ്ടി വരുമോ? ഇതൊക്കെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യമല്ലേ? മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ രാഷ്ട്രീയ ലക്ഷ്യമാണല്ലോ. തുഷാർ വെള്ളാപ്പള്ളി ആരാണ് എന്ന് NSSന് അറിയില്ലേ? അദ്ദേഹത്തെ മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആരുടെ മകനാണ് എന്നും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചുമതല എന്താണ് എന്നും ഏത് മുന്നണിയുടെ പ്രവർത്തകനാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയില്ലേ? അപ്പോൾ ഇതൊരു ഇരുട്ടി വെളുത്തപ്പോൾ മാറിയ മറുപടിയാണ്. അതിനപ്പുറത്തേക്ക് മുൻകൂട്ടി കാണാൻ ശേഷിയില്ലാത്ത ഒരാളാണ് G സുകുമാരൻ നായരെന്നോ പ്രസ്ഥാനമാണ് NSS എന്നോ വിചാരിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ചോദ്യം അതിനകത്തിലുണ്ട്.
അതായത് അദ്ദേഹം ഒരു 8-9 ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഈ ഐക്യ ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, അതിനായിട്ട് മധ്യസ്ഥനായിട്ട് ആദ്യം വരുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് 2 സ്ഥാനങ്ങളാണ് ഉള്ളത് അല്ലേ? അദ്ദേഹത്തിൻ്റെ 2 സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം NDA വരുന്ന BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റുമാണ്. അങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതിൽ ഏത് റോളിലാണ് അദ്ദേഹം വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയാണോ? എന്താണ് അവിടെ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളി വരുന്നു, മകനെ പോലെ സ്വീകരിക്കുന്നു പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ്. അപ്പോൾ അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരുന്നു എന്നായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. നമുക്കിതൊക്കെ ചിന്തിക്കാൻ ഊഹിക്കാനല്ലേ പറ്റുള്ളൂ അത്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് മകനെ പോലെയോ സഹോദരനെ പോലെയോ സ്വീകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 3-4 ദിവസം മുമ്പ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നത് ഇല്ലേ? പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുന്ന സമയത്താണ് ശരിക്കും രാഷ്ട്രീയ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് കാണുന്നുണ്ട് തുഷാറുമായിട്ട് വളരെയേറെ സൗഹൃദം. ഒരു പക്ഷേങ്കിൽ അന്ന് കിറ്റക്സ് അതിനെ അതിൽ ചേരാൻ വന്ന സാബുവിനോടൊക്കെ കാണിച്ചതുപോലെയുള്ള വലിയ സൗഹൃദവും തുഷാറുമായിട്ട് വളരെ അടുപ്പം കാണിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു, പ്രധാനമന്ത്രി കാണുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ അവിടെ നിന്നായിരിക്കാം. പിന്നീടാണ് പെട്ടെന്ന് പൊടുന്നനെ ഇന്നലെ വൈകുന്നേരം ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് പത്മ പ്രഖ്യാപനം കൂടെ വന്നു. പത്മഭൂഷൺ പ്രഖ്യാപനം. ശരി, ഞാൻ അതിലേക്ക് വരാം, അങ്ങയിലേക്കും വരാം. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു കാരണമായിട്ട് വരാം എന്ന് എനിക്ക് തോന്നുന്നു.